ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 23-ാമത്തെ വചനം. പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ യേശു ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനിൽ ഉള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. വളരെ ചിന്തനീയമാണ് ഇന്നത്തെ വചനം. യേശു പെസഹ പെരുന്നാളിൽ അത്ഭുതങ്ങൾ ചെയ്തു. ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് അവിടെ ഒരുപാട് ആളുകൾ കൂടിയിരുന്നു. അവരിൽ പലരും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ടാകും. അവർ യേശുവിൽ വിശ്വസിക്കുന്നു, ഇവർ യേശുവിൽ വിശ്വസിക്കുന്നു, ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്നൊക്കെയാണ് പലരുടെയും അവകാശവാദം. എന്നാൽ നാം ഇവിടെ വായിച്ച വചനം ശരിയായി പഠിച്ചാൽ യേശുവോ എല്ലാവരെയും അറിയുക കൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല എന്ന് പറഞ്ഞാൽ യേശു തന്നിൽ വിശ്വസിച്ച എല്ലാവരെയും യേശു വിശ്വസിച്ചില്ല എന്നാണ് പറയുന്നത്. യേശുവിന് തന്നിൽ വിശ്വസിച്ച പലരുടെയും വിശ്വാസത്തെക്കുറിച്ച് യാതൊരു ഉറപ്പും ഇല്ലായിരുന്നു. പാറമേൽ വീണ വിത്തിൻ്റെ അവസ്ഥ പോലെയാണ് അവരുടെ അവസ്ഥ എന്ന് കർത്താവിന് അറിയാമായിരുന്നു. ലൂക്കോസ് 8:13 പാറമേലുള്ളവരോ കേൾക്കുമ്പോൾ വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ എങ്കിലും അവർക്ക് വേരില്ല. അവർ തൽക്കാലം വിശ്വസിക്കുകയും പരീക്ഷാസമയത്ത് പിൻവാങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇതും കർത്താവ് തന്നെ പറഞ്ഞതാണ്. ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പോയി. വിത്ത് ചെന്ന് വീണത് പാറയുടെ മേലാണ്. വിത്ത് കിളിർത്തു എങ്കിലും പരീക്ഷാസമയത്ത് യേശുവിൽ വിശ്വസിച്ച പലരും പിൻവാങ്ങിപ്പോകും എന്ന് കർത്താവ് പറയുകയാണ്. പാറമേൽ വീണ വിത്ത് പോലെയുള്ള മനുഷ്യർ പലരും യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചു എങ്കിലും യേശുവിന് അവരിലൊന്നും വലിയ വിശ്വാസം ഇല്ലായിരുന്നു. ഇന്ന് നാം ഈ വചനം കേൾക്കുമ്പോൾ നാം യേശുവിൽ വിശ്വസിച്ചത് എന്തെങ്കിലും അത്ഭുതങ്ങൾ കണ്ടിട്ടാണോ? നമ്മുടെ ജീവിതത്തിലെ ഏതെങ്കിലും വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്നത് നിമിത്തമാണോ? ആയിരിക്കാം. എന്നാൽ ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ നമുക്ക് കർത്താവിൽ വിശ്വാസമുണ്ടായി എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ നമ്മിൽ കർത്താവിന് ഒരു വിശ്വാസം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. നാം യേശുവിൽ വിശ്വസിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയാവാം, രോഗശാന്തിക്ക് വേണ്ടിയാകാം, ഭൗതികമായ വിഷയങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാകാം. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ അങ്ങനെ വിശ്വസിക്കുന്ന നമ്മിൽ യേശുവിന് വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത. കാരണം യേശുവിനറിയാം. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു, മനുഷ്യനിൽ ഉള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. മനുഷ്യൻ്റെ സ്വഭാവം യേശുവിനറിയാം. മനുഷ്യൻ എപ്പോഴും സുഖങ്ങൾ തേടിപ്പോകുന്നവനാണ്, സ്വാർത്ഥനാണ്, ആദാമ്യ സ്വഭാവം ഉള്ളവനാണ്. അവനെപ്പോഴും തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ചിന്തിക്കുന്നവനാണ്. ഇഹലോകത്തിലെ ചിന്തകളാൽ സ്വാധീനിക്കപ്പെട്ട് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. ഉണ്ണണം, ഉറങ്ങണം, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്നുള്ള ആ ഒരു തത്വം ആണ് പലരിലും കാണുന്നത്. എന്നാൽ ഇതിനപ്പുറം മനുഷ്യനിൽ ഒരാത്മാവുണ്ടെന്നുള്ള ചിന്ത, ആത്മാവ് മുഴുലോകത്തെക്കാളും വിലയേറിയതാണെന്നുള്ള ചിന്ത, ആത്മാവിന് മരണമില്ല, ശരീരത്തിന് മാത്രമാണ് മരണം, ആത്മാവ് മരിക്കുന്നില്ല, ആത്മാവിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടതാണ് എന്നുള്ള ആ തിരിച്ചറിവിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മാവിനോട് പോരാടുന്ന എല്ലാ ജഡമോഹങ്ങളെയും വിട്ടകന്ന് നിത്യജീവനെ മുറുകെ പിടിക്കുവാൻ
ആഗ്രഹിക്കുന്നവരെയാണ് വാസ്തവത്തിൽ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലും നാം അതെല്ലാം ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും, യാതൊരു സംശയവുമില്ല. എന്നാൽ വിലയേറിയ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ നമുക്ക് എന്താണ് പ്രയോജനം? അതാണ് കർത്താവ് പറഞ്ഞത്, തന്നിൽ വിശ്വസിച്ച പലരെയും യേശു വിശ്വസിച്ചില്ല. കാരണം അവരിലുള്ളത് എന്തെന്ന് യേശുവിന് നന്നായിട്ട് അറിയാമായിരുന്നു. നമ്മെ നന്നായിട്ട് അറിയുന്ന ദൈവം, നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ താല്പര്യം എന്താണ്, നാം പ്രാർത്ഥനയ്ക്ക് പോകുന്നത് എന്തിനാണ്, നാം ദൈവത്തെ വിളിക്കുന്നത് എന്തിനാണ്, നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് ദൈവത്തിന് നന്നായിട്ടറിയാം. നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നാം സ്വർഗീയമായ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ താല്പര്യപ്പെടുന്നവരാണോ? നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ മനസ്സിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? യേശുവിന് വേണ്ടി ജീവിക്കണം എന്ന് പറയുമ്പോൾ ഞാനല്ല, യേശു എന്നിലൂടെ ജീവിക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ നാം എത്ര പേർ ജീവിതം നയിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചിന്ത. അങ്ങനെയുള്ളവരെ കർത്താവ് അറിയുന്നു. അത് വളരെ സന്തോഷകരമായ വചനം തന്നെയാണ്. അതുകൊണ്ട് നമ്മെ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം സ്വർഗീയമാകട്ടെ, വിശുദ്ധമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവകരങ്ങളെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ഞങ്ങളുടെ ലക്ഷ്യവും ആഗ്രഹവും ഭൗതികവും ആണെങ്കിൽ അത് നീ അറിയുന്നത് കൊണ്ട് സ്തോത്രം. ശരിയായ വിശ്വാസം ഞങ്ങളിൽ ഉളവാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ജീവൻ പോയിടുന്നു ആശ്രയമാ